ഇങ്ങനെ പോയ അണ്ണന്റെ കാര്യം പോക്ക. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞാടാ എരപ്പേ, നമ്മുടെ നമ്പരൊന്നും വാസുട്ടന്റെ അടുത്ത് കേൾക്കില്ലാന്ന്. നിന്റെ ഒരു മുടിഞ്ഞ ബുദ്ധി. KPC പ്രസിഡന്റ് ചോദിച്ചല്ലോ, ഉഷയുടെയും ഹർഷിനുടെയും എക്സ്റേ 1-ാം പേജിൽ ഒരു ജാക്കറ്റായിട്ട് വലിയ പരസ്യമായിട്ട് PRD ഒന്ന് കൊടുക്കട്ടെ. അയ്യോ അത് വേണ്ട. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വന്ന എത്രയോ വിഷയങ്ങളിൽ അതിന് തന്നാരും വിളിച്ചില്ല. സർക്കാരിന്റെ പ്രചരണങ്ങൾ തള്ളിമറിക്കുന്നുണ്ടല്ലോ. ഏത് തറവാട്ടിന്നാണാവോ ഫണ്ട്? പ്രസിഡന്റ് പറഞ്ഞ അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരം AKG സെന്ററിൽ പണമെടുത്ത് ചെയ്തോട്ടെ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. പൊതുഖജനാവിലത്തെ പൈസ എടുത്തിട്ടല്ല ഈ പറയുന്ന പൊളിറ്റിക്കൽ കമ്പാരിസന് വേണ്ടി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കാൻ പാടില്ല. നിനക്കൊരു കത്തിയും കൂടി ഞാൻ വാങ്ങിക്കരുത്. ഇതിലും നല്ല തൊഴിലതാ. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞ കിഫ്ബിയെ പോലും ഒരു PRD ഏജൻസിയെ പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? മനസ്സിലായി, ഉടായിപ്പല്ലേ? അതിന്റെ പണം കോടിക്കണക്കിന് രൂപ 9.5% വരെ പലിശക്ക് എടുക്കുന്നു പറഞ്ഞ പൈസ എടുത്തിട്ട് പരസ്യം കൊടുത്തോണ്ടിരിക്കുക. അതിന്റെ ഇടയിലാണ് ഈ പൊളിറ്റിക്കൽ പരസ്യത്തിന് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നത്. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അത് PRDയുടെ ഡ്യൂട്ടി അല്ല. എന്റെ ചേട്ടൻ ഒരു കത്തി എടുത്തിട്ട് കുത്തി കൊല്ലാൻ പാടില്ല എന്ന ആളുകളെ. നിയമസഭയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം 18 മാസത്തെ പെൻഷൻ കേരളത്തിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് മുടങ്ങിയിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു കള്ളപ്രചരണമായിരുന്നു. ഈ നടന്നതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആവർത്തിച്ച് പറയുന്ന ഒരു കള്ളം സത്യമാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗം തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നിയമസഭയിലെ ഉത്തരം കൃത്യമായി ശ്രീ തോമസ് ഐസക് പറഞ്ഞ ഉത്തരത്തിന്റെ കോപ്പി ഇവിടെ സമർപ്പിക്കാം. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസല്ല, കള്ളാസ്. വൈദ്യുതി ചാർജ് കുറച്ച സർക്കാരുകളിൽപ്പെട്ട ഒരു സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതിന്റെ അവസ്ഥ ഇപ്രാവശ്യം എന്താ? അന്ന് അതൊക്കെ ഒഴിവാക്കാൻ ഞങ്ങളെടുത്ത കരാറിനെ അട്ടിമറിച്ചിട്ടുണ്ടാക്കിയ കരാറ് 3 ഇരട്ടി തുക. ഇപ്പൊ കേരളത്തിന്റെ വൈദ്യുതി ബോർഡിന്റെ അവസ്ഥ എന്താ? ഇക്കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കുന്നു മാത്രമല്ല, എന്റെ പുകയും കാണും. വാട്ടർ അതോറിറ്റി, വെള്ളക്കരം, പാലിന്റെ ചാർജ് ചോദിച്ചല്ലോ. എത്ര തവണ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കൂട്ടി? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് വ്യക്തമായ വികസന നേട്ടങ്ങൾ അവർ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? അതിലൊക്കെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ PRDയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയ പിന്നെ അല്പത്തരം കാണിക്കേണ്ട ഗതികേട് സർക്കാരിന് ഉണ്ടാവില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ പറയുന്നത്, എത്ര കൈയും കാലിട്ടടിച്ചാലും എത്ര വെപ്രാളം കാണിച്ചാലും ജനങ്ങളുടെ നികുതി പണം എത്ര ആറ്റിലൊഴുക്കിയാലും ഈ സർക്കാർ തിരിച്ചു വരില്ല. ആലോചിക്കാൻ പക്ഷെ അതിന് ജനങ്ങളുടെ മേല് ഈ ഭാരം കെട്ടിവെക്കരുത്. ജനങ്ങളുടെ നികുതി പണം ഞാൻ PRD ഉദ്യോഗസ്ഥരോടും പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പരസ്യത്തിന്റെ പൈസയും PRD ഉദ്യോഗസ്ഥരുടെ ശമ്പളവും രണ്ടും AKG സെന്ററിൽ നിന്നല്ല എന്ന് അവർ ഓർത്താൽ നന്നായിരിക്കും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എല്ലാവർക്കും